ഇത് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് സപ്ലിമെൻറ്റ്സ് ആണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മസിൽ മാസ് കൂട്ടാൻ സാധിക്കും, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ റെപ്പറ്റീഷൻസ് ചെയ്യാൻ സാധിക്കും, പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും, മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും, പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടോ? മുടി കൊഴിച്ചിലുണ്ടാവുമോ? ഏത് തരത്തിലുള്ള ക്രിയാറ്റിൻ ആണ് നല്ലത്? ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണോ അതോ ക്രിയാറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് ആണോ? ഇതേപോലെ ക്രിയാറ്റിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളുടെയും ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. മാർക്കറ്റിൽ പല തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള എല്ലാ സപ്ലിമെൻറ്റ്സും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള സപ്ലിമെൻ്റ് ആണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന ഇൻഫർമേഷൻ ഏകദേശം 17,000 ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 190ഓളം സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ക്രിയാറ്റിനെ കുറിച്ച് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. നമ്മളുടെ മസിൽസിന് വർക്ക് ചെയ്യാൻ ATP വേണം. എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, മസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ മസിലിന് ഉപയോഗിക്കാൻ പറ്റുന്ന എനർജീൻ്റെ അളവ് കൂട്ടിയിട്ടാണ് ക്രിയാറ്റിൻ വർക്ക് ചെയ്യുന്നത്. ക്രിയാറ്റിൻ എപ്പോഴും നമ്മൾ ഡയറ്ററി സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. നമ്മളുടെ ശരീരത്തിൽ തന്നെ 3 തരത്തിലുള്ള അമിനോ ആസിഡ്സ് ഉപയോഗിച്ച് ക്രിയാറ്റിൻ ഉൽപ്പാദിക്കാൻ സാധിക്കും. അർജിനിൻ, ഗ്ലൈസിൻ, മെത്തിനിൻ എന്നൊക്കെ പറയുന്ന 3 അമിനോ ആസിഡ്സ് ആണ്. ഈ അമിനോ ആസിഡ്സ് കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്. പലതരത്തിലുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലും ക്രിയാറ്റിൻ അടങ്ങിയിട്ടുണ്ട്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ആ മസിലിന് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യാമെന്ന് മാത്രമല്ല, ബ്രെയിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനും ക്രിയാറ്റിൻ നിർബന്ധമാണ്. അപ്പോൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർക്ക് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ കൂടുന്നതായിട്ടും മെൻ്റൽ എബിലിറ്റി കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം പക്ഷേ ഞാൻ മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും കാർഡ്സിലും കാണാവുന്നതാണ്. ഇനി നമുക്ക് ക്രിയാറ്റിനെ കുറിച്ച് ഞാൻ കവർ ചെയ്യാത്ത കുറേ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഈ ചോദ്യം നിങ്ങളും കുറേ പേർ മുമ്പത്തെ ക്രിയാറ്റിൻ വീഡിയോ കണ്ടിട്ട് കമൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് ആൻസർ ഇല്ല എന്നാണ്. ഒരു തരത്തിലുള്ള സ്റ്റഡീസിലും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർക്ക് ക്യാൻസർ വരാമെന്ന് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇനി നിങ്ങൾ മറ്റേതെങ്കിലും വീഡിയോയിൽ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ ക്യാൻസർ വരാമെന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്ലെയിംസ് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സയൻറ്റിഫിക് എവിഡൻസും ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഡെയിലി എടുക്കുന്നവർ ക്യാൻസറിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, നിർത്തേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മളുടെ ബോഡിയിൽ ഓക്സിഡേറ്റീവ് ഡാമേജ് കാരണമാണ് ക്യാൻസർ വരുന്നതെന്നുള്ള കാര്യം പ്രൂവൺ ആണ്. അങ്ങനെ DNA സംഭവിക്കുന്ന ഓക്സിഡേറ്റീവ് ഡാമേജസ് കുറയ്ക്കാൻ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് പല സ്റ്റഡീസിൽ പ്രൂവൺ ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി വേണമെങ്കിൽ നമുക്ക് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് ക്യാൻസർ പ്രൊട്ടക്റ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ ചോദ്യം, ക്രിയാറ്റിൻ ചെറിയ ഡോസിൽ 3 ഗ്രാമോ 5 ഗ്രാമോ കഴിച്ചാൽ മതിയോ അതോ ലോഡിങ് ചെയ്യണോ എന്നുള്ളതാണ്. ക്രിയാറ്റിൻ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ക്രിയാറ്റിൻ കൂടുതൽ ഡോസിൽ എടുക്കുകയാണ്. മസിൽസിലുള്ള ക്രിയാറ്റിൻ്റെ അളവ് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി ലോഡിങ് ചെയ്യാമെന്നാണ് ഇതിന് പറയാറ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അധിക ഫിറ്റ്നസ് ട്രെയിനേഴ്സൊക്കെ ക്രിയാറ്റിൻ ലോഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ അധികം ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സയൻറ്റിഫിക് എവിഡൻസ് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. കാരണം നമ്മൾ ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം 20 ഗ്രാമൊക്കെ വെച്ചിട്ട് ആദ്യത്തെ 1-2 ആഴ്ച ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാലും ലോഡിങ് ചെയ്യാതെ നമ്മൾ വെറും 3 ഗ്രാമോ 5 ഗ്രാമോ ചെറിയ ഡോസിൽ ക്രിയാറ്റിൻ ഡെയിലി കഴിച്ചു കഴിഞ്ഞാലും മസിലുള്ള ക്രിയാറ്റിൻ്റെ സ്റ്റോർ കൂടി തന്നെ വരും. പക്ഷേ മസിലുള്ള ക്രിയാറ്റിൻ്റെ സ്റ്റോർ കൂടാനെടുക്കുന്ന സമയം അതിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. നമ്മൾ ലോഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ പെട്ടെന്ന് ക്രിയാറ്റിൻ്റെ സ്റ്റോഴ്സ് കൂടാം. ലോഡിങ് ചെയ്തിട്ടില്ല, ചെറിയ ഡോസിലാണ് നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നതെങ്കിൽ മസിലുള്ള ക്രിയാറ്റിൻ്റെ അളവ് കൂടുക തന്നെ ചെയ്യും. പക്ഷേ അതിന് ചിലപ്പോൾ 3-4 ആഴ്ച സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ക്രിയാറ്റിൻ സ്റ്റോഴ്സ് കൂട്ടണം, പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ ലോഡിങ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ക്രിയാറ്റിൻ ലോഡ് ചെയ്യുമ്പം മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ഡോസിൽ ക്രിയാറ്റിൻ കഴിക്കുന്ന സമയത്ത് ദഹന പ്രശ്നങ്ങളും അബ്ഡോമിനൽ ഡിസ്കംഫർട്ടും ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അധികം ആൾക്കാർക്കും ഫേസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ക്രിയാറ്റിൻ ലോഡ് ചെയ്യുന്നതിനേക്കാളും 3 ഗ്രാമൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അത് ഡെയിലി കഴിക്കാവുന്നതുമാണ്. മൂന്നാമത്തെ ചോദ്യം, ഇതാണ് അധികം ആൾക്കാർക്കും അറിയേണ്ടത്, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവുമോ ഇല്ല എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കാനും പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽ മാത്രമേ ഇത് തെളിയിച്ചിട്ടുള്ളൂ. ആ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുടെ എണ്ണം കുറവായിരുന്നു. ഇവർ 21 ദിവസമാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്തത്. ഇങ്ങനെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് ഇവരുടെ ബ്ലഡിലുള്ള DHTൻ്റെ ലെവൽ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. DHT എന്ന് പറഞ്ഞാൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ആണ്. ടെസ്റ്റോസ്റ്ററോൺ മെയിൽ സെക്സ് ഹോർമോണാണ്. അതിൻ്റെ ഒരു മെറ്റബോളൈറ്റ് ആണ് DHT എന്ന് പറയുന്നത്. DHTൻ്റെ അളവ് ബ്ലഡിൽ കൂടുന്നതിനനുസരിച്ച് നമ്മളെ സ്കാൽപ്പിലുള്ള തലയോട്ടിയിലുള്ള ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്.
ഈ ഹെയർ ഫോളിക്കിൾസിൽ DHTൻ്റെ റിസപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ DHT പോയി ബൈൻഡ് ചെയ്യാം. സാധാരണത്തിലും കൂടുതലായി ബൈൻഡ് ചെയ്യാം. ഇങ്ങനെ DHT ബൈൻഡ് ചെയ്യുന്ന ഹെയർ ഫോളിക്കിൾസ് ചുരുങ്ങാനും ഷ്രിങ്ക് ചെയ്യാനും പുതിയ ഹെയർ ഉണ്ടാവുന്നത് കുറയാനും ചാൻസ് ഉണ്ടെന്ന് ഈ ഒരൊറ്റ സ്റ്റഡിയിൽ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്നത് ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ DHT കൂടുന്നു എന്നാണ് ശ്രദ്ധിച്ചത്. പക്ഷേ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുന്നു എന്ന് നോക്കാൻ ഇതിലും കൂടുതൽ ഏകദേശം 12ഓളം റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസ് നടത്തിയിട്ടുണ്ട്. ഈ 12 സ്റ്റഡീസിൽ 2 സ്റ്റഡീസിൽ മാത്രമേ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റോസ്ട്രോൺ സിഗ്നിഫിക്കൻ്റ്ലി കൂടുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കി 10 ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റോസ്ട്രോൺ കൂടുന്നതായിട്ട് കണ്ടിട്ടില്ല. 5 ക്ലിനിക്കൽ ട്രയൽസിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റോസ്ട്രോൺ കൂടുന്നോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫ്രീ ടെസ്റ്റോസ്ട്രോൺ ആണ് പിന്നീട് നമ്മളുടെ ബോഡിയിൽ നിന്ന് DHT ആയിട്ട് മാറുന്നത്. ഈ സ്റ്റഡീസിലും കണ്ടുപിടിച്ചത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർക്ക് ഫ്രീ ടെസ്റ്റോസ്ട്രോൺ കൂടുന്നില്ല എന്നാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റഡി ആ ഒരൊറ്റ ട്രയലിൽ പറയുന്നത് ഫ്രീ ടെസ്റ്റോസ്ട്രോൺ, അതായത് പ്രോട്ടീൻ ആയിട്ടൊന്നും ബൈൻഡ് ചെയ്യാത്ത ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് കൂട്ടാതെ തന്നെ ക്രിയാറ്റിന് DHTൻ്റെ അളവ് കൂട്ടാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ക്രിയാറ്റിൻ എടുക്കുന്നവർക്ക് മുടികൊഴിച്ചിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ എവിഡൻസ് വളരെ കുറവാണ്. ഒരൊറ്റ ട്രയലിൽ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന എല്ലാവർക്കും ഇതേപോലെ മുടികൊഴിച്ചിൽ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അടുത്ത ചോദ്യം, ഏത് രൂപത്തിലുള്ള ക്രിയാറ്റിനാണ് നല്ലത്? ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് പല രൂപത്തിൽ അവൈലബിൾ ആണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നതും ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ്. ഇതുകൂടാതെ ക്രിയാറ്റിൻ സിട്രേറ്റ് ഉണ്ട്, മാലിയേറ്റ് ഉണ്ട്, ക്രിയാറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് ഉണ്ട്, ബഫേർഡ് ക്രിയാറ്റിൻ ഉണ്ട്, ക്രിയാറ്റിൻ്റെ എസ്റ്റർ ഫോംസ് അവൈലബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ എല്ലാ രൂപത്തിലും ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ളതും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫോമും സേഫ് ആയിട്ടുള്ള ഫോമും ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ ഫോംസിനെ വെച്ച് നോക്കുമ്പോഴും ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും എഫോർഡബിൾ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. ഏകദേശം 100 ഗ്രാം ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റിൻ്റെ വില എന്ന് പറയുന്നത് 500 to 600 റുപ്പീസിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് തന്നെയാണ് ഏറ്റവും മികച്ച ക്രിയാറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇനി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 1-2 ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റിൻ്റെ ബ്രാൻഡ് ആമസോണിൽ അവൈലബിൾ ആണ്. ആ പ്രൊഡക്ട്സിൻ്റെ ബൈയിങ് ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. മറ്റൊരു ചോദ്യം, പ്രീ വർക്കൗട്ട് രൂപത്തിൽ ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ, അതും കഫീൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ്. ഒട്ടുമിക്ക എല്ലാ പോപ്പുലർ ആയിട്ടുള്ള പ്രീ വർക്കൗട്ട്സിലും ക്രിയാറ്റിൻ്റെ കൂടെ കഫീനും ഒരുമിച്ച് കാണാറുണ്ട്. ക്രിയാറ്റിന് എക്സസൈസ് ബൂസ്റ്റ് ചെയ്യാനുള്ള, മസിലിൻ്റെ പെർഫോമൻസ് കൂട്ടാനുള്ള ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയുന്നതാണ്. അതേപോലെ തന്നെയാണ് കഫീനും ഇതേപോലത്തെ ഇഫക്ട്സ് ഉണ്ട്. കഫീനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും കാർഡ്സിലൊക്കെ കാണാം. ഇനി ഇത്തരത്തിലുള്ള പ്രീ വർക്കൗട്ട്സ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്രിയാറ്റിൻ്റെ കൂടെ കഫീൻ 5 mg/kg എന്നുള്ള ഡോസിൽ എടുത്തു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ്റെ ഇഫക്റ്റ് കുറയാൻ സാധ്യത ഉണ്ടെന്നാണ്. ഇതും പല സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങളുടെ ബോഡി വെയ്റ്റ് 50 കിലോ ആണെന്നുണ്ടെങ്കിൽ 250 mg വരെയൊക്കെ കഫീൻ ക്രിയാറ്റിൻ എടുക്കുന്നതിൻ്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ക്രിയാറ്റിനെ കൊണ്ട് കിട്ടുന്ന ഇഫക്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രീ വർക്കൗട്ട്സ് ആയിട്ട് നിങ്ങൾ ക്രിയാറ്റിൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിൻ്റെ കൂടെ കഫീൻ എടുക്കാത്തത് തന്നെയാണ് നല്ലത്. ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ മസിലിൻ്റെ തിക്നെസ് കൂടുന്നതും മസിലിൻ്റെ പെർഫോമൻസ് കൂടുന്നതും ഈ പറഞ്ഞ 2 ഇഫക്റ്റും ക്രിയാറ്റിൻ്റെ കൂടെ കഫീൻ എടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് പാർക്കിൻസൺസ് ഡിസീസുള്ള പേഷ്യൻസിന് ഹെൽപ്ഫുൾ ആണോ അല്ലേ? 2017 നടത്തിയിട്ടുള്ള ഒരു മെറ്റാ അനാലിറ്റിക്കൽ സ്റ്റഡിയിൽ കണ്ടുപിടിച്ചത് പാർക്കിൻസൺസ് ഡിസീസ് പേഷ്യൻസ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ അവരുടെ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേ സ്റ്റഡിയിൽ തന്നെ കണ്ടുപിടിച്ച മറ്റൊരു കാര്യം, പാർക്കിൻസൺസ് ഡിസീസുള്ള പേഷ്യൻസിൻ്റെ മോട്ടോ സിംറ്റംസ് മെച്ചപ്പെടുത്താനോ മെൻ്റൽ ഹെൽത്ത് മികച്ചതാക്കാനൊന്നും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിന് ഈ പ്രഗ്നൻസി ടൈമിൽ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സേഫ്റ്റി തെളിയിക്കുന്ന സ്റ്റഡീസ് മനുഷ്യന്മാരിൽ ഇനിയും കണ്ടക്ട് ചെയ്തിട്ടില്ല. തിയററ്റിക്കലി ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് പ്രഗ്നൻസി ടൈമിൽ എടുക്കുകയാണെങ്കിൽ അത് മദറിനും നല്ലതാണ്, ഫീറ്റസിനും നല്ലതാണ്. പക്ഷേ ഇത് തെളിയിക്കുന്ന സ്റ്റഡീസ് ഇനിയും കണ്ടക്ട് ചെയ്യേണ്ടതാണ്. എലികളിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ ഇതിനെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹ്യൂമൻ സ്റ്റഡീസ് നടത്താത്തതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാത്തത് തന്നെയാണ് നല്ലത്. നിങ്ങൾ ഓരോ ദിവസം ക്രിയാറ്റിൻ എത്ര ഗ്രാമാണ് കഴിക്കുന്നത്? നിങ്ങൾക്ക് ഇനി ക്രിയാറ്റിനെ കുറിച്ച് കൂടുതൽ എന്തൊക്കെയാണ് അറിയേണ്ടത്? അതൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, വർക്കൗട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ജിമ്മിൽ ചേർന്നിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ് വേ പ്രോട്ടീൻ ആണോ ക്രിയാറ്റിൻ ആണോ എന്നറിയാൻ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.